മിന്നുമണിയെയും സജന സജീവനെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വി ജെ ജോഷിതയെയും വളർത്തിയ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ആദ്യമായി വി ജെ ജോഷിതയെ കണ്ടെത്തി ഈ കൃഷ്ണഗിരിയിലേക്ക് എത്തിച്ച കോച്ച് അമൽ ബാബു നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇപ്പോൾ ഈ വിജയത്തിൽ തോന്നുന്നത്? നല്ല അഭിമാനം തോന്നുന്നുണ്ട്. ഇതൊരു സീനിയർ കോച്ചിനെ കിട്ടുന്നത്. ഞാനിവിടെ കോച്ചിങ് ലെവലിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 4-5 കൊല്ലമായി. അപ്പോൾ ആദ്യം ഞാൻ സ്കൂൾ ബേസ് നമ്മൾ GVHS മുണ്ടേരി കൽപ്പറ്റ സ്കൂളിലാണ് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ജോഷിയെ കാണുന്ന ഒരു ബോയ്സുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ എനിക്ക് ആ ടാലൻറ്റ് മനസ്സിലാക്കി ഇവിടെ വന്ന് ഞാൻ ഓഫീസിൽ പറഞ്ഞു. ഫസ്റ്റ് ഞാൻ പറയുന്ന ജോഷിതേൻ്റെ കാര്യം ഞാൻ നമ്മുടെ ഇവിടുത്തെ ജസ്റ്റിൻ സാറിനോടാണ് പറയുന്നത്. ജസ്റ്റിനോട് പറയാൻ കാരണം സാർ ഇവിടുത്തെ ഹെഡ് കോച്ചായിരുന്നു. അപ്പോൾ ആ ഒരു വർഷം തന്നെയാണ് നമ്മുടെ വുമൻസ് അക്കാദമീൻ്റെ സെലക്ഷൻ തലശ്ശേരി വെച്ച് നടക്കുന്നത്. അപ്പോൾ സാറിനോട് പറഞ്ഞു, സാറ് ജോഷിതനെ കൊണ്ടുപോയി അവിടെ ഏറ്റവും ചെറിയ ആദ്യമൊക്കെ പറഞ്ഞാൽ ഇവിടെ ജോഷിതനെ വിളിച്ചുകൊണ്ടിരുന്ന ചിമിട്ടുന്നാണ്, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, സജന സജീവനും മിന്നുമണി ഇപ്പോൾ അഭിനന്ദനം പറഞ്ഞ വീഡിയോയിലും ജിമ്മിട്ടെന്ന് വിളിച്ചിട്ടാണ്. അതെ അതെ. അപ്പോൾ ആ ഒരു KCNൻ്റെ വുമൻസ് അക്കാദമിയിലേക്ക് വന്നതോടുകൂടി ജോഷിതൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു എന്ന് പറയാം. ഇവിടുത്തെ ചിട്ടയായ പരിശീലനവും പിന്നെ വന്ന ദീപ്തി മിസ്സിൻ്റെ ചിട്ടയായ പരിശീലനവും ജസ്റ്റിൻ സാറിൻ്റെ ഞാനൊരു നിമിത്തം മാത്രമാണ്. ഞാൻ അവിടുന്ന് കണ്ടെത്തി ഇങ്ങോട്ട് സ്കൂൾ ബേസ് ആണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 2-3 മാസം മാത്രം ഒരു വെക്കേഷൻ ക്യാമ്പിലെ കാലയളവിൽ മാത്രമാണ് എനിക്ക് ജോഷിതനെ പരിശീലിപ്പിക്കാനായിട്ട് സാധിച്ചത്. ഏതായാലും ഇപ്പം ഈ ലോകകപ്പ് നേടുന്നതിലേക്ക് എത്തിച്ചല്ലോ, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി ഭാവിയിലേക്കുള്ള സജന സജീവം മുതൽ ഇവരെ 23 പേരാണ് ഒപ്പം പ്രാക്ടീസ് ചെയ്യുന്ന ജോഷിത വരെയുള്ള ആളുകൾ. മോളുടെ പേരെന്താ? ദക്ഷ, ഇവ, നത്താഷ. അടുത്ത ആള് പവിത്ര, ഋതു, മേധാദീപ്ത, ആദിത്യ പ്രതീഷ്, വൈഗ വിജീഷ്, രശ്മി, വൈഷ്ണ, അൻഷ ഷെറി, അൻവിത, ഹയ ഫാത്തിമ, CPM. അപ്പോൾ ഇത് നജില CMCൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. നജില CMC ആണ് ഇപ്പോൾ Under-23 കേരള ക്യാപ്റ്റൻ. ഇതിനു മുമ്പ് കഴിഞ്ഞ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു. പക്ഷേ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല അല്ലേ? ഇപ്പം ജോഷിത കപ്പ് നേടുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നവരിൽ ഒരാൾ നമ്മളായിരുന്നു. അതെ, തീർച്ചയായും. കഴിഞ്ഞ പ്രാവശ്യത്തെ കളിയിൽ തന്നെ നമ്മൾ തീരുമാനിച്ചു അടുത്ത പ്രാവശ്യം ജോഷിത വരും, കപ്പ് നേടുമെന്ന്. ഉറപ്പായിരുന്നു എനിക്ക്. അവൾ അടുത്ത Under-19 വേൾഡ് കപ്പ് സ്ക്വാഡ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അവളുടെ പേരെന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. എല്ലാവരും വിശ്വസിച്ച കൂട്ടത്തിൽ അതിലുള്ള ഒരാളാണ് ഞാനും. അപ്പോൾ വീണ്ടും Under-23 ഇനി സീനിയർ ഒക്കെ വന്ന് ലോകകപ്പ് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ. അലീന, അൽസ, റസ്മോനിക്ക, സ്വലൂഹ. അപ്പോൾ ഇത് നമ്മുടെ വി ജെ ജോഷിത. അപ്പോൾ ജോഷിത ഈ ഗ്രൗണ്ടിൽ നിന്ന് പ്രാക്ടീസ് നേടി ലോകകപ്പ് നേടി. ഇന്നത്തെ സ്വീകരണം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു സ്വീകരണം ഇവിടെ വെച്ചാലും എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇവിടെ വന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അവിടെ വന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ കോച്ചുമാർ, പരിശീലിപ്പിച്ചവർ, ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, ആദ്യമായി കൊണ്ടെത്തിയ അമൽ ബാബു മുതൽ ഇപ്പോൾ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾ വരെ എത്തി. അങ്ങനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇനി സീനിയർ ടീമിൽ അംഗമാവുക, ആ ലോകകപ്പ് നേടുക, അതാണ് ജോഷിതയുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് സപ്പോർട്ട് ചെയ്യും അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരോടും ഒന്നിച്ച് ടീം വയനാട് വിഷനോടൊപ്പം ഒന്നിച്ച് CV ഷിബു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.